ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു ബിറ്റ്കോയിൻ മലയാളി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ 90% ആളുകൾക്കും ഇൻഫ്ലേഷൻ എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു പണപ്പെരുപ്പമാണ് ഇൻഫ്ലേഷന് കാരണമാകുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. വളരെ കുറച്ച് മാത്രം ഉള്ള പ്രോഡക്റ്റ്, ഇതിപ്പോൾ ഒരു പ്രോഡക്റ്റാണ്, എന്തുമായിക്കോട്ടെ, ഒരു പ്രോഡക്റ്റാണെന്ന് കരുതുക. പ്രോഡക്റ്റ് ലിമിറ്റഡ് ആണ്, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം പൈസയാണ്. ഈ പൈസ മുഴുവൻ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു അസറ്റിനെ, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമുള്ള ഈ ഒരു പ്രോഡക്റ്റിനെ, അല്ലെങ്കിൽ ഈ ഒരു വസ്തുവിനെ തേടി വരുമ്പോൾ ഈ വസ്തുവിൻ്റെ വില ഇരട്ടിക്കും, അല്ലേ? ഇപ്പോൾ ഗോൾഡ് ഒന്നും കിട്ടാനില്ലെങ്കിൽ ഗോൾഡിന് പ്രൈസ് കൊടുത്തില്ലേ? അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏത്തയ്ക്ക അല്ലെങ്കിൽ ഓറഞ്ച്, ആപ്പിൾ ഒന്നും കിട്ടാനില്ലെങ്കിൽ എന്ത് പറ്റും? ഇതിൻ്റെ എല്ലാം വില കുത്തനെ ഉയരും, അല്ലേ? സെയിം തന്നെ, അതിൽ ഇഷ്ടം പോലെ പൈസ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ തേടി വരുമ്പോൾ അതിൻ്റെ പ്രൈസ് കുത്തനെ ഉയരും. ഒരു ഉദാഹരണം, ഈ കാണുന്ന ഈ ബോക്സിനകത്തുള്ളത് ഓറഞ്ച് ആണെന്നിരിക്കട്ടെ. ഓക്കെ, ഒരു കടയിൽ ഓറഞ്ച്, 1 കിലോ ഓറഞ്ച് ഉണ്ട് ഇത്. ഓക്കെ, അപ്പോൾ ഈ 3 ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ 3 ആളുകൾക്ക് ഈ ഓറഞ്ച് വേണം. വളരെ മോശമായിട്ടാണ് ഡ്രോ ചെയ്യുന്നത്, എന്നാലും ഇതൊരാളായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 50 രൂപ ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 100, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 200 രൂപയുണ്ട്. ഓക്കെ, ഈ 50 രൂപയുള്ള ആൾ അദ്ദേഹത്തിനോട് വന്ന് കടക്കാരോട് ചോദിക്കും, കടക്കാരൻ എനിക്ക് ആ 1 കിലോ ഓറഞ്ച് തരുമോ? അപ്പോൾ കടക്കാരൻ പറയാം, ഓഫ് കോഴ്സ് തരാം, അതിനെന്താണ് പ്രശ്നം, അത് വിൽക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയും, ഇല്ല, എനിക്ക് വേണം ആ ഒരു ഓറഞ്ച്, കാരണം 1 കിലോ ഉള്ളൂ, എനിക്ക് ആ ഓറഞ്ച് വേണം. അപ്പോൾ കടക്കാരൻ ചോദിക്കും, ഓക്കെ, എത്ര രൂപയ്ക്ക് തരാൻ നോക്കും? അപ്പോൾ ഈ രണ്ടാമത്തെ ആൾ പറയും, ഞാൻ എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, ഞാനത് മേടിച്ചോളാം. അപ്പോൾ ഈ പാവം പിടിച്ചൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? ഈ പാവം പിടിച്ചൻ്റെ കയ്യിൽ 50 രൂപയുള്ളൂ. അപ്പം 50 രൂപയുള്ള പുള്ളിക്ക് കൊടുക്കുക, അത് 100 രൂപയ്ക്ക് തരുന്ന ആൾക്ക്, കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കുക 100 രൂപ. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയും, ഇല്ല മക്കളെ, 2 പേരും വീട്ടിലോട്ട് വിട്ടു, എനിക്ക് വേണം ഈ ഓറഞ്ച്, ഞാൻ 200 രൂപ തരാമെന്ന് പറയും. അപ്പോൾ കടക്കാരൻ ആർക്ക് കൊടുക്കും? 200 രൂപ കൊടുക്കാൻ പോകുന്നവന് അത് കൊടുക്കും, അല്ലേ? അപ്പോൾ ഈ ഓറഞ്ചിന് 50 രൂപയായിരുന്ന ഓറഞ്ചിൻ്റെ വില എത്രയായി? 200 രൂപയായി. അപ്പം നാളെ ഈ കച്ചവടക്കാരൻ, അപ്പം കച്ചവടക്കാരൻ അല്ലെങ്കിൽ എനിക്ക് 50 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഓറഞ്ചിന് 200 രൂപയോ? അപ്പം നാളെയും അദ്ദേഹം 50 രൂപയ്ക്കല്ല വിൽക്കുന്നത്, 200 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ പാവം പിടിച്ചവൻ എന്ത് പറ്റി ലൈഫിൽ? അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ ഒരു 50 രൂപ ഉണ്ടെന്ന് ഇരിക്കട്ടെ, അദ്ദേഹം ഈ 50 രൂപയ്ക്ക് എന്നും ഓറഞ്ച് മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഓറഞ്ച് മേടിക്കാറുണ്ട്. അപ്പം ഇന്ന് ആ ഓറഞ്ചിൻ്റെ വില 200 മാറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാങ്കിൽ കിടക്കുന്ന ഈ 50 രൂപയുടെ വാല്യൂവിന് എന്ത് പറ്റി? താഴോട്ട് പോയി, അല്ലേ? അപ്പോൾ പലർക്കും ഇത് അറിയുന്നില്ല. അപ്പം പലരും പറയുന്നത്, ഹൗ ഇറ്റ് പോസിബിൾ? കാരണം ഐ ക്യാൻ സീ ഇൻ മൈ ബാങ്ക് 50 rupees. സോ വാട്ട് യു സേയിങ്, അല്ലേ? 50 രൂപ, എനിക്ക് 50 രൂപ കാണാൻ ഒക്കുന്നുണ്ട്, ഞാൻ ATM ചെല്ലുമ്പോൾ എനിക്ക് 50 രൂപ കാണാൻ ഒക്കുന്നുണ്ട്. വാട്ട് ഐ എം സേയിങ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഓക്കെ, അതായത് ഒരു വളരെ ഭംഗിയായിട്ട് പ്രിൻറ്റ് ചെയ്തേക്കുന്ന പേപ്പറിൻ്റെ മുകളിൽ അച്ചടിച്ചേക്കുന്ന ഒരു സംഖ്യയാണ് $50 അല്ലെങ്കിൽ 50 രൂപ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു നമ്പറാണ്. സോ ദേ സേയിങ് യു ഹാവ് ടു ബിലീവ് ദിസ് ഈസ് $50 ഓർ 50 rupees. യു ഹാവ് ടു ബിലീവ്. ഓഫ് കോഴ്സ് ദിസ് ഈസ് 50 rupees, കാരണം അതിന് 50 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് 50 rupees. പക്ഷെ അതിൻ്റെ വാല്യൂ അതിനുണ്ടോ? മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആണ്, സംഖ്യയല്ല. ആ 50 രൂപയ്ക്ക് എന്തുമാത്രം മേടിക്കാനൊക്കെ, അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ 50 രൂപയ്ക്ക് അദ്ദേഹം എന്നും ഓറഞ്ച് മേടിച്ചുകൊണ്ടിരുന്നു, ഇന്ന് 200 രൂപ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായി? അപ്പം ഈ 50 രൂപയുടെ വാല്യൂ 2 മടങ്ങ് താഴോട്ട് പോയി, മൈനസിലേക്ക് പോയെന്ന് തന്നെ പറയാം. മൈനസ് എത്ര? 200%, വാട്ട് എവർ. അപ്പോൾ ഇതേ എന്ത് ചെയ്യണം? 150 രൂപ ഉണ്ടാക്കണം ദിവസം. എക്സ്ട്രാ വർക്ക് ചെയ്യണം, എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യണം, എക്സ്ട്രാ എനർജി സ്പെൻഡ് ചെയ്യണം, എക്സ്ട്രാ സമയം വീട്ടുകാരിൽ നിന്ന് അകന്ന് നിന്ന് ആ പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഓറഞ്ച് മേടിക്കാൻ ഒക്കൂ. അപ്പോൾ ഈ പാവം പിടിച്ചവൻ 200 രൂപയായിട്ട് വരുന്നു. ഓക്കെ, ഇനി ഞാൻ ഓറഞ്ച് മേടിക്കാമല്ലോ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഇവന്മാരുടെ കയ്യിൽ 250, 300 ആണെന്നുണ്ടെങ്കിലോ, എഗെയിൻ ദ പ്രൈസ് വിൽ ഗോ അപ്പ്. കാരണം എന്താണ്? മാർക്കറ്റിലേക്ക് പൈസ ഫ്ലഡ് ചെയ്ത് വരികയാണ്, അല്ലേ? ഒത്തിരി പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകളുടെ ഈ ഒത്തിരി പൈസ ആളുകളിലേക്ക് എത്തുമ്പോൾ എന്ത് പറ്റും? കുറച്ചായിട്ട് മാത്രമുള്ള, വളരെ കുറച്ചുള്ള പ്രോഡക്റ്റുകൾക്ക് പ്രൈസ് കൂടും. അപ്പോൾ ഈ പാവം പിടിച്ച് 50 രൂപ ഉണ്ടാക്കുന്നവന് വലിയ സ്കില്ലൊന്നുമില്ല, അതിന് മാർക്കറ്റിനെ കുറിച്ച് അറിയത്തില്ല. അവൻ എന്നും കിട്ടുന്ന ചെറിയൊരു പൈസ കൊണ്ട്
വന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ ഈ മൂന്നാമത് നിൽക്കുന്ന ആൾക്ക് അത്യാവശ്യം റിസോഴ്സ് ഉണ്ട്, അത്യാവശ്യം പണമുണ്ട്, ബിസിനസ്സുണ്ട്, അസറ്റ്സ് ഉണ്ട്. സോ ഈ ഹാസ് മണി. അപ്പം എത്രമാത്രം പോകാം അത്രമാത്രം പോകുമ്പോൾ ഇതിനെ അഫോർഡ് ചെയ്യാൻ ഒക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവം പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അഫോർഡ് ചെയ്യാൻ ഒക്കുന്നില്ല അല്ലേ? അപ്പം ഈ പ്രൈസ് കൂടുന്തോറും എന്ത് പറ്റും? ഈ പാവം പിടിച്ചാൽ ബാങ്കിൽ സേവ് ചെയ്തിട്ടേക്കുന്നതിൻ്റെ വാല്യൂ കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അതേസമയം വേറൊരു കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഓറഞ്ച് ഉണ്ട്. എല്ലാവർക്കും ഡിമാൻഡിനേക്കാളും കൂടുതൽ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഈ ഓറഞ്ചിൻ്റെ വിലയ്ക്ക് താഴോട്ട് പോകും. സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ ഈ ആൾ വന്നു എന്ത് പറയും? കടക്കാരൻ എനിക്ക് 1 കിലോ ഓറഞ്ച് വേണം. അപ്പോൾ കടക്കാരൻ പറയും ഇല്ല 50 രൂപ തരണം. അപ്പം നമ്മളെന്ത് പറയും? ഇല്ല, അപ്പുറത്തെ കടയിൽ ഇഷ്ടം പോലെ ഓറഞ്ച് ഉണ്ട്, അവൻ 40 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, എനിക്കും 40 രൂപയ്ക്ക് വേണം. അപ്പോൾ ഈ കടക്കാരൻ എന്ത് ചെയ്യും? 40 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും 50-ന് പകരം. അപ്പോൾ എന്നും ഇതേ 50 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വരുന്ന ആൾക്ക് ഇന്ന് 40 രൂപയ്ക്ക് ഓറഞ്ച് കിട്ടി, 10 രൂപ സേവ് ചെയ്യാം. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും അദ്ദേഹം വരുമ്പോൾ വീണ്ടും ഓറഞ്ച് ഇഷ്ടം പോലെ കൂടി, പഴയതിൻ്റെ കഴിഞ്ഞ ആഴ്ചേനേക്കാളും ഓറഞ്ച് കൂടി. അപ്പോൾ എന്ത് പറ്റും? ഈ 40 എന്നുള്ളത് 30 മാറും, 20 വീണ്ടും സേവ് ചെയ്യാൻ ഒക്കും. അല്ലെങ്കിൽ 20 രൂപയ്ക്ക് അദ്ദേഹത്തിന് ആപ്പിൾ മേടിക്കാം, ബനാന മേടിക്കാം. അല്ലെങ്കിൽ ആപ്പിളിൻ്റെയും ബനാനയുടെയും എല്ലാത്തിൻ്റെയും പ്രൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ ക്യാൻ സേവ് സോ മച്ച് മണി അല്ലേ? അത് ബാങ്കിലിട്ടേക്കുന്ന പൈസയ്ക്ക് വാല്യൂ ഉണ്ടെന്നേരം. കാരണം ഓരോ കൊല്ലം കഴിയുന്നതോറും പ്രോഡക്റ്റിൻ്റെ വില താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അഫോർഡ് ചെയ്യാൻ ഒക്കും അല്ലേ? അതുകൊണ്ടാണ് ഈ ടെക്നോളജി എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്റ്റിൻ്റെയും വില കുറയ്ക്കും. അതായത് ഈ ടെക്നോളജി കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കും, കുറച്ച് ടൈമിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കും ഈ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ സാധനങ്ങളുടെയും വർഷങ്ങൾ കഴിയുന്തോറും പ്രൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യേണ്ടത്. പ്രൈസ് കൂടുകയല്ല, പ്രൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം നമുക്ക് ഓരോ കൊല്ലം കഴിയുന്തോറും നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാനൊക്കും, കൂടുതൽ സാധനങ്ങൾ നമുക്ക് മേടിക്കാനൊക്കും അല്ലേ? പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എല്ലാത്തിൻ്റെയും പ്രൈസ് മേപ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്കിനി ഒന്നും കൂടി ഈ പിക്ചർ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇത് ഈ പറയുന്ന ക്യാഷ്, ഇത് പ്രോഡക്റ്റ്. ഓക്കെ, ഈ കുറച്ചും കൂടെ അല്പം കൂടെ ഡീപ്പായിട്ട് പോവാം. ഈ പ്രോഡക്റ്റിനെ ഞാൻ GDP എന്ന് വിളിക്കുന്നു. GDP എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു വേർഡാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ്. ഓക്കെ, ഇത് ഫിയറ്റ് കറൻസി. ഒക്കെ എല്ലാവരും ക്യാഷ്, ഡോളർ, ഇന്ത്യൻ റുപ്പി, കാനഡിയൻ ഡോളർ തന്നെ അല്ല നമ്മൾ ഫിയറ്റ് എന്ന് പറയാം. അത് ഫിയറ്റ് എന്ന് പറയാം. ഇത് എക്കോണമിയിൽ ഇത്രയും പൈസ ഉണ്ട്. ഓക്കെ, GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിൻ്റെയോ സർവീസസിൻ്റെയോ മൊത്തമായിട്ടുള്ള അതിൻ്റെ മോണിറ്ററി വാല്യൂ, അതിൻ്റെ വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് എന്തുമാത്രം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം സർവീസ് ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, അതിനൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഓരോ കൊല്ലം കഴിയുന്തോറും ഈ GDP കൂടി വരണം. അതായത് ഇന്ത്യ വളരെ പ്രൊഡക്റ്റീവാണ്, ഇന്ത്യ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവിടുത്തെ ജനങ്ങൾ വളരെ പ്രൊഡക്റ്റീവാണ്. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. GDP കൂടുക എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ പ്രൊഡക്ടിവിറ്റി കൂടി വരുന്നു. പക്ഷേ ഇവിടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നില്ല, പക്ഷേ പൈസ കൂടുതൽ പ്രിൻ്റ് ചെയ്യുന്നു, എക്കോണമിയിലേക്ക് കൂടുതൽ പൈസ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? കൂടുതൽ പൈസ കുറച്ച് GDPയിലേക്ക് ഫോളോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ കൺട്രിയിലുള്ള എല്ലാ സാധനങ്ങളുടെയും വില കൂടി വരും. ഇറ്റ്സ് ഗോ അപ്പ് അല്ലേ? ഭയങ്കര ഫാസ്റ്റായിട്ട് കൂടി വരും. അതാണ് ഈ 2020 നടന്നത്. 2020 സ്റ്റാഗ്നൻ്റ് ആയിരുന്നു, GDP ഒന്നും വളരുന്നില്ല, GDP താഴ്ത്തു പോയി. പക്ഷേ ഇഷ്ടം പോലെ പൈസ പ്രിൻ്റ് ചെയ്തു, ട്രില്യൺസ് ഓഫ് പൈസ പ്രിൻ്റ് ചെയ്തു. എല്ലാ സാധനങ്ങളുടെയും വില കുത്തിനെ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഫോർഡ് ചെയ്യാൻ ഇന്ന് 100 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന സാധനം അടുത്ത കൊല്ലം 150 രൂപ കൊടുക്കേണ്ടി വന്നു. അതായത് കൂടുതൽ ഈ 150 രൂപ എക്സ്ട്രാ 50 രൂപ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വന്നു, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഇപ്പം 10 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടത് നമ്മൾ 11 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും ആ ഒരു 50 രൂപയ്ക്ക് വേണ്ടി, ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു 50 രൂപ സേവ് ചെയ്യാൻ വേണ്ടി. 10,000 രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 3,000 രൂപ സേവ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അടുത്ത കൊല്ലം 2,000 രൂപ ഒക്കെ സേവ് ചെയ്യാൻ നോക്കൂ.
അല്ലെങ്കിൽ 3000 രൂപ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 1-2 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ ഒരു പൈസ എത്രമാത്രം പ്രിൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം ഒരു കൺട്രി 6% പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ 6% അല്ല, ആ 6% എക്സ്ട്രാ പൈസ എക്കോണമിയിലേക്ക് വരുമ്പോൾ അതിന് ഇമ്പാക്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 8, 10, 12% പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നത്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഫിയാറ്റ് ഉണ്ട്, GDP ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ടെക്നോളജി. ഈ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റ് കൂടി വരും, ലെസ് ടൈം എടുക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് പറ്റുന്നത് നമ്മുടെ ഈ വന്ന കാലത്ത് ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് മാനിപ്പുലേഷൻ. ഒരു പ്രോഡക്റ്റ്, ഒരു ടെക്നോളജി ഒരു വർഷം ഏകദേശം 7-10% വരെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നു വരുന്നുണ്ട്, അതിൻ്റെ ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നു വരുന്നുണ്ട്. അതായത് 6-7% വീതം നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് കുറഞ്ഞു വരണം, അല്ലെങ്കിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് കുറഞ്ഞു വരണമെന്നാണ് അതിനർത്ഥം. പക്ഷെ അത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ആ ഒരു ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നതിനനുസരിച്ചുള്ള ഡിഫറൻസ് ദേ വിൽ ടേക്ക് ഇറ്റ് ത്രൂ ഹൗ ദേ പ്രിൻറ്റ് മോർ മണി. അത് എത്രമാത്രം പ്രൊഡക്ടിവിറ്റി ആ ഒരു രാജ്യത്തുണ്ടാകുന്നുണ്ടോ അത്രമാത്രം പൈസയും കൂടെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു നമുക്ക് കിട്ടേണ്ട ആ ഒരു സൗകര്യം, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട അഫോർഡബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സേവ് ചെയ്യേണ്ട പൈസ എവിടെ എന്ത് ചെയ്യും? മാനിപ്പുലേറ്റ് ചെയ്യും. കാരണം മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണം, നമ്മൾ എന്നുപയോഗിക്കുന്ന റൈസ്, ഗോതമ്പ്, മുട്ട, ഗ്രോസറി, ഇതിൻ്റെ എല്ലാം പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പണ്ട് ഈ ഗോതമ്പും റൈസും ഒക്കെ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കുക. നമുക്ക് പണ്ട് ഒരു 10 കൊല്ലം ഉണ്ടാക്കുന്നതിനേക്കാളും 10 കൊല്ലം മുന്നത്തേതിനേക്കാളും കൂടുതൽ നമുക്ക് റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുന്നുണ്ട്, വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുന്നുണ്ട്, പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ഒക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ടെക്നോളജിയുടെ സഹായം ഉള്ളതുകൊണ്ട്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ നല്ല ഇനം വിത്തുകൾ, അല്ലെങ്കിൽ എല്ലാ ടെമ്പറേച്ചറും അല്ലെങ്കിൽ എല്ലാ കാലാവസ്ഥയിലും വളരുന്ന രീതിയിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ വളരുന്നുണ്ട്. പഴങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 10 കൊല്ലത്തിന് മുന്നല്ല, ഇപ്പോൾ എല്ലാത്തിനും നല്ലപോലെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുന്നുണ്ട്, കുറഞ്ഞ ചിലവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഓരോ കൊല്ലവും സാധനങ്ങളുടെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എന്ത് പറ്റും? വി ക്യാൻ അഫോർഡ് മോർ. അതായത് 20 വയസ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് 35 വയസ്സാകുമ്പോഴത്തേക്ക് റിട്ടയർ ചെയ്യാം അല്ലേ? അതായത് അവൻ സേവ് ചെയ്ത് വെച്ചേക്കുന്ന പൈസയുടെ വാല്യൂ കൂടിക്കൊണ്ടുവരും. കാരണം ഓരോ കൊല്ലം കഴിയുന്തോറും അവന് കൂടുതൽ അഫോർഡ് ചെയ്യാൻ ഒക്കും. പക്ഷെ അങ്ങനെ പറ്റുവാണെങ്കിൽ എന്ത് പറ്റും? ലോകത്തിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളുടെ അവിടെ വർക്ക് ചെയ്യാൻ ആളുകളില്ലാതെ വരും. കാരണം എന്താണ്? എല്ലാവരും ഏർലി റിട്ടയർമെൻറ്റിലേക്ക് പോകും. അവർക്ക് എന്ത് വേണം? റിസോഴ്സ് വേണം, എനർജി വേണം, നമ്മുടെ ടൈം വേണം, നമ്മുടെ എനർജി വേണം, നമ്മുടെ സ്കില്ല് വേണം. നമ്മളവിടെ നിൽക്കണമെന്നെങ്കിൽ നമ്മളത് അവർക്ക് വേണ്ടി ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ടൈം ദേ ഹാവ് ടു ടേക്ക് ഇറ്റ്. നമ്മളറിയാതെ നമ്മുടെ ടൈം മോഷ്ടിക്കണം. നമ്മുടെ ടൈം മോഷ്ടിക്കാൻ ലോകത്ത് ആർക്കെങ്കിലും ഒക്കുമോ? ഇല്ല. പക്ഷെ നമ്മുടെ പൈസ മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പൈസയുടെ വാല്യൂ ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ടേക്ക് അവർ ടൈം. എന്തുകൊണ്ടാണ്? നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നേരം വർക്ക് ചെയ്യണം. സെയിം മോട്ടീവ്. അതായത് ടെക്നോളജി മുഖാന്തരം യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും പ്രൈസ് താഴോട്ടാണ് പോകേണ്ടത്. യു ഹാവ് ടു സ്റ്റഡി ദീസ് തിങ്സ്. മനസ്സിലാവുന്നുണ്ടോ? പണ്ടത്തെ അരി ഉൽപ്പാദിപ്പിക്കുന്ന പോലെയല്ല ഇപ്പം. ഇഷ്ടംപോലെ അരിയുണ്ട്, ഇഷ്ടംപോലെ ഗോതമ്പുണ്ട്, ഇഷ്ടംപോലെ പച്ചക്കറിയുണ്ട്, ഇഷ്ടംപോലെ മുട്ടയുണ്ട്. നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും 10 മടങ്ങ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളും പൈസ കുറഞ്ഞ ചിലവിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി കാരണം. പക്ഷെ അത് നമുക്ക് മാർക്കറ്റിലേക്ക് പ്രതിഫലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കൂടുതൽ സേവ് ചെയ്യാനൊക്കെ ആളുകൾ കൂടുതൽ പൈസ ബാങ്കിൽ സേവ് ചെയ്യും. അത് ബാങ്കിൽ സേവ് ചെയ്യാൻ പാടില്ല. കാരണം കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്ത് ആളിലേക്ക് എത്തിക്കുമ്പോൾ ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും, പൈസ എല്ലാത്തിനും ഉയരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആളുകൾ കൂടുതൽ വർക്ക് ചെയ്യും. ആളുകൾ റിട്ടയർ ചെയ്യുന്നവരെ മാക്സിമം അവനെ ഊറ്റുക. അവൻ നടക്കാൻ പറ്റാത്ത രീതിയിൽ വരെയുള്ള സമയം വരെ അവനെ ചൂഷണം ചെയ്യുക, എന്നിട്ട് അവനെ വിടുക. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അവന് ആ ഒരു ജീവിതം കൊണ്ട് യാതൊരു ഗുണവുമില്ല. അവൻ എൻ്റെ ലൈഫ് വർക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിഫറൻസ്, ഈ വാല്യൂ ഡിഫറൻസ് അവർ ക്യാപ്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? ദേ വിൽ പ്രിൻറ്റ് സെയിം എമൗണ്ട് ഓഫ് മണി ദേ വിൽ പ്രിൻറ്റ്.
അതങ്ങനെ അവർ ക്യാപ്ചർ ചെയ്തുകൊണ്ട് പോകും. നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണം, റൈസിൻ്റെ പ്രൊഡക്ഷൻ നോക്കി ലോകത്തെല്ലായിടവും 1961 മുതലുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് അതിൻ്റെ പ്രൊഡക്ഷൻ മേപ്പോട്ട് പോയിക്കൊണ്ടുമല്ലേ ഇരിക്കുന്നത്, താഴോട്ടാണ് പോകുന്നത്. അതായത് റൈസിൻ്റെ അല്ലല്ലോ, വീറ്റ് നമുക്കെടുക്കാം, അതിൻ്റെ പ്രൊഡക്ഷൻ മേപ്പോട്ടല്ലേ പോകുന്നത്. എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ, ദൈനംദിനം ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ മേപ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപ്പാദനം. പക്ഷെ അത് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ടോ, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി പ്രിൻറ്റിങ്, ദേ വിൽ പ്രിൻറ്റ് മോർ മണി. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഏകദേശം 5% ഇൻഫ്ലേഷനാണ് ഒഫീഷ്യലി പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തൊരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 12-15% ആണ് ഇൻഫ്ലേഷൻ. US-ലായാലും കാനഡയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അറൗണ്ട് 12-15% ആണ് ഇൻഫ്ലേഷൻ വർഷം. അതായത് ഇന്ന് നിങ്ങളുടെ 100 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന സാധനം അടുത്ത കൊല്ലം 115 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതിൻ്റെ അടുത്ത കൊല്ലം 115-ൻ്റെ 15% ഈസ് കോമ്പൗണ്ടിങ്. ഇൻഫ്ലേഷൻ ഈസ് കോമ്പൗണ്ടിങ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം, ലെറ്റ് മീ ഡിലീറ്റ് ദിസ് വൺ. ഇന്ന് 100 രൂപയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ വില. ഇതിൻ്റെ ഇൻഫ്ലേഷൻ 5% ഈ കൊല്ലം. അതായത് 5% ഇൻഫ്ലേഷൻ കൂടി അടുത്ത കൊല്ലത്തേക്കാകുമ്പോൾ ഇത് 105 രൂപയായി മാറും അല്ലേ. അപ്പോൾ ഗവൺമെൻറ് ഒന്ന് പറയും, ഓക്കെ, നമ്മുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട്, 4%. 4% എന്ന് പറയുമ്പോൾ ഈ 105 എന്നുള്ളത് 100 രൂപയ്ക്ക് പോയോ അല്ലെങ്കിൽ 101 പോവോ? ഇല്ല. അതായത് ആ വർഷത്തെ ഇൻഫ്ലേഷൻ 4% ഉള്ളെന്നാണ്. അതായത് ഈ 105-ൻ്റെ 4%, അതങ്ങനെ ഒരു 10 കൊല്ലം കൂട്ടിക്കുക നിങ്ങൾ. അത്രയും ലോസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് റിയൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 12-15% നിൽക്കും, അല്ലെങ്കിൽ ഇത്രയും ഉണ്ട്. ഇത്ര മനസ്സിലാവുന്നോ? ഇയർലി ഇൻഫ്ലേഷൻ. അതായത് നിങ്ങൾ ബാങ്കിൽ FD ആയിട്ട് ഇടുന്നതിന് ചിലപ്പോൾ 5%-6% കിട്ടുന്നുണ്ടായിരിക്കും. ബാക്കി 6% നിങ്ങൾക്ക് ലോസാണ്. അതായത് നിങ്ങളുടെ വാല്യൂ കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് നിങ്ങൾക്ക് കിട്ടുന്നത് 15%. അതായത് നിങ്ങൾ ജസ്റ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വെള്ളത്തിൻ്റെ മുകളിൽ നിങ്ങളുടെ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തറ്റവേ ഉണ്ട് വെള്ളം. യു ക്യാൻ ജസ്റ്റ് ബ്രീത്ത്, അത്രേ ഉള്ളൂ. അതായത് നിങ്ങളുടെ വാല്യൂ കീപ്പപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ബെയർലി നിങ്ങളുടെ വാല്യൂ കീപ്പ് ചെയ്യാം. നിങ്ങളുടെ വാല്യൂ പൊങ്ങുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഓരോ കൊല്ലം കഴിയുന്നവരും നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ അഫോർഡ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ഇല്ല. സെയിം സാധനം തന്നെ അഫോർഡ് ചെയ്യാൻ ഒക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ യു കനോട്ട് ബിക്കം എ വെൽത്തി ഗൈ. നിങ്ങൾക്ക് വെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് മോർ ദാൻ 15%. അതായത് നിങ്ങളുടെ ഹോഡൽ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അസറ്റ്സ് വളരേണ്ടത് 15%-നേക്കാളും കൂടുതലാണ്. ഐ വുഡ് സേ ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് 20-30% ഇൻ ബിറ്റ്വീൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെൽത്തി ആകാൻ ഒക്കൂ. കാരണം മനസ്സിലാവുന്നുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ സ്കാം ആക്ച്വലി. കാരണം ഏത് ETF എടുത്താലും ഏത് സ്റ്റോക്ക് മാർക്കറ്റ് എടുത്താലും യു വിൽ ഗെറ്റ് ഓൺലി 15%. ഇഫ് യു കാൽക്കുലേറ്റ് 10 ഇയറിലെ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അറൗണ്ട് 15% യു വിൽ ഗെറ്റ്. അത്ര ഇൻഫ്ലേഷൻ നിങ്ങൾക്കുണ്ട്. സോ യു ആർ ജസ്റ്റ് ബെയർലി സർവൈവിങ്. അതായത് നിങ്ങളുടെ വാല്യൂ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകാം. വാല്യൂ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോകും. ഇൻഫ്ലേഷന് തുല്യമായിട്ട് സ്റ്റഡി ആയിട്ട് പോകും. പക്ഷെ വാല്യൂ അപ്പ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ ഒക്കൂ, നിങ്ങൾക്ക് വെൽത്തി ആകാൻ ഒക്കൂ. അതായത് 20-30%-നകത്ത് നിങ്ങൾക്ക് ഇയർലി ഗ്രോത്ത് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അസറ്റ്, നിങ്ങളുടെ സ്റ്റോക്ക് ആയാലും നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ തരുന്ന ഒരു അസറ്റ് ലോകത്തൊന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് ബിറ്റ്കോയിൻ. ഓക്കെ, ബിറ്റ്കോയിൻ ഈസ് ഗിവിങ് യു അറൗണ്ട് 80-100% ആനുവലി. ഓ മൈ ഗോഡ്. ബിറ്റ്കോയിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം 6% പൈസ പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വാല്യൂ, നമ്മുടെ ബാങ്കിലെ പൈസയുടെ വാല്യൂ എന്തോ താഴോട്ട് പോകും. പക്ഷേ പൈസ കൂടുതൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഗോ അപ്പ് മൾട്ടിപ്പിൾ ടൈംസ്. 6% ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വിൽ ഗോ മോർ ദാൻ 30%. ഇറ്റ്സ് ഹ്യൂജ്. അതായത് ഇൻവേഴ്സ് ആണ്. അതായത് പൈസ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പൈസയുടെ വാല്യൂ കുറയും, പക്ഷേ ബിറ്റ്കോയിൻ്റെ വാല്യൂ
കൂടിക്കൊണ്ടേയിരിക്കും. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് എ ഫ്രീഡം മണി. കാരണം എന്താണ്, ജസ്റ്റ് 21 മില്യൺ. നമ്മുടെ ഫിയറ്റ് പൈസയുടെ കൂട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനൊക്കത്തില്ല, ജസ്റ്റ് ഓൺലി 21 മില്യൺ ബിറ്റ്കോയിൻ. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷൻ്റെ കാര്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷൻ, ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സാധനങ്ങളുടെ വില കുറയുകയാണ് ചെയ്യേണ്ടത്. ആ കുറഞ്ഞു വരുന്ന നമുക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട, നമ്മൾ സേവ് ചെയ്യേണ്ട പൈസ, ആ ടെക്നോളജിയിലൂടെ സേവ് ചെയ്യേണ്ട പൈസ എങ്ങനെ അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ നോക്കും? ദേ വിൽ പ്രിൻറ്റ് മോർ മണി. അത്രയും പെർസെൻറ്റേജ് കൂടുതൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കൂടുതൽ എക്സ്പെൻസീവായിട്ട് മാറും, നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും കൂടുതൽ. ഇറ്റ്സ് എ സ്കാം, ഇറ്റ്സ് എ സൈക്കിൾ. നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ ഈ എനർജി അവർക്ക് വേണം. അല്ലാത്ത പക്ഷം എന്ത് പറ്റും? ആളുകൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോഴത്തേക്ക് നേരെ എർലി റിട്ടയർ ചെയ്യാൻ വേണ്ടി പോവാണ്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇനിയിപ്പോൾ ഓട്ടോമേഷൻ വരുന്നുണ്ട്, എല്ലാം ഓട്ടോമേഷൻ ആവാൻ വേണ്ടി പോവാണ്, എല്ലാം AI ഓട്ടോമേഷനൊക്കെയാണ്. ഇനി മനുഷ്യൻ്റെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ടൊന്നും വേണ്ട. അപ്പോൾ എന്ത് പറ്റും? ഒരു യൂണിവേഴ്സൽ ഇൻകം എന്നുള്ള രീതിയിലേക്ക് എല്ലാവർക്കും തുച്ഛമായിട്ടുള്ളൊരു പൈസ തന്നുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് അത് മതി ജീവിക്കാൻ. ഇനി ഈ മനുഷ്യൻ്റെ എനർജിക്ക് അവർക്ക് ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ പറയുന്ന പോലെ സാധനങ്ങളുടെ വില കുറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കാം. കാരണം ഇനി മനുഷ്യൻ്റെ ഇടപാടുകൾ അധികം വേണ്ട, ഇനിയെല്ലാം റോബോട്ട്സും കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും? മനുഷ്യന് ജീവിക്കാൻ പൈസ വേണ്ടേ? അപ്പോൾ ഒരു യൂണിവേഴ്സൽ ഇൻകം കൊടുക്കും. ബട്ട് ഈസ് ടോട്ടലി സ്കാം എവറിത്തിങ്. ഇഫ് യു നോ ദിസ് ഗെയിം യു ക്യാൻ വിൻ. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം അറിയത്തില്ലെങ്കിൽ യു വിൽ ലൂസ്. എല്ലാ വർഷവും അഫോർഡ് ചെയ്യാൻ ഒക്കുന്നില്ല എന്നുള്ള കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ മരിക്കുന്നത് വരെ. അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇത് വരുന്നത്? എന്തുകൊണ്ട് പൈസ ഇൻക്രീസ് ചെയ്യുന്നു? ടെക്നോളജി കൂടും തോറും നമ്മുടെ എല്ലാത്തിനും വില കുറയുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു വിലക്കുറവ് ഇവർ ക്യാപ്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്യുന്നതോടെ. GDP, ഒരു രാജ്യത്തിൻ്റെ GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാളും കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്യും. ദാറ്റ്സ് എ ടെക്നോളജി ദേ ഹാവ്, അല്ലേ? അത് എന്തുകൊണ്ടാണ്? അത് ദേ ക്യാൻ ഈസിലി പ്രിൻറ്റ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് വേണ്ടി ഒരിക്കലും വർക്ക് ചെയ്യരുത്. പക്ഷെ നമ്മൾ ഈ ഒരു രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ജനിക്കുന്നവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ദേ ക്യാൻ ഓപ്റ്റ് ഔട്ട്. എങ്ങനെ? അവർ പയ്യെ ഹാർഡായിട്ടുള്ള അസറ്റിൽ സേവ് ചെയ്യുക, അതായത് ബിറ്റ്കോയിനിൽ പയ്യെ സേവ് ചെയ്യുക. അറ്റ് വൺ ടൈം യു ക്യാൻ എസ്കേപ്പ് ഫ്രം ദിസ് റാറ്റ് റേസ്. യു ക്യാൻ ഗെറ്റ് ഫ്രീഡം. ഓക്കെ, ഗുഡ്. ഈ ചെറിയൊരു ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്കൊരു ബിറ്റ്കോയിൻ മലയാളി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ബിറ്റ്കോയിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചെറിയൊരു ക്ലബ്ബുണ്ട്. യു ക്യാൻ കം ദിയർ. അതായത് മന്ത്ലി ചാർജസ് ഉണ്ട്, ഫ്രീ അല്ല. മന്ത്ലി ചാർജസ് ഉണ്ട്. ഇസ് അറൗണ്ട് $1 per month. ഓക്കെ, ദാറ്റ്സ് is nothing, just $1. So with that ആ ഒരു ഡോളറിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, നോളജ് is huge. Okay, so for the freedom just join Bitcoin Malayali Club. Okay, so take care, bye bye.